ആദ്യം IAS ആണ് വിചാരിച്ചിരുന്നത്. SSC നോക്കിയിട്ട് ഇതുവഴിയും UPSC കയറാമല്ലോ. അപ്പം ഒരു പേര് ഇവിടുന്ന് നല്ല പൊസിഷനിലേക്ക് വന്നതായിട്ടൊക്കെ അറിയാം. പിന്നെ ഡയറക്ടേഴ്സിന് ഒന്ന് രണ്ട് പേരെ പരിചയമുണ്ട്. മോന് താല്പര്യമുണ്ട്, അതിലേറെ നമ്മൾക്ക് താല്പര്യമുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എറണാകുളം പാലാരിവട്ടത്തു നിന്നാണ് വരുന്നത്. മോനിപ്പോൾ എന്തോ കോഴ്സ് കഴിഞ്ഞതാണ്? BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രാജഗിരി കോളേജിൽ. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അതിനോടാണോ താല്പര്യം? അത് പറഞ്ഞുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നത്? മോന് താല്പര്യമുണ്ട്, അതിലേറെ നമ്മൾക്ക് താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു മാഡം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിഞ്ഞത്? എൻ്റെ ചേച്ചിയുടെ കുട്ടികൾ 3 പേരും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അവരുടെ ഓഫീസിൽ ഇവിടെ പഠിച്ചവർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാറേ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി. ഇവിടെ മോളാണോ ഇവിടെ കോഴ്സിന്? മോളിപ്പോൾ എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ്? BSc മാത്സ്. മോൾക്ക് നേരത്തെ മുതൽ ഇതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാം അതൊക്കെ ചെയ്യണമെന്നായിരുന്നോ താല്പര്യം? PGക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പം അതിനാണെങ്കിലും ചെയ്യാം, പക്ഷേ ഇതൊരു ഓറിയന്റേഷനോട് പോകാമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പേര് ഇവിടുന്ന് നല്ല പൊസിഷനിലേക്ക് വന്നതായിട്ടൊക്കെ അറിയാം. പിന്നെ ഡയറക്ടേഴ്സിന് ഒന്ന് രണ്ട് പേരെ പരിചയമുണ്ട്. അതെന്തായാലും ഒരു നല്ല തീരുമാനമാണ്. ശരിക്കും ഡിഗ്രി കഴിഞ്ഞ് പ്രത്യേകിച്ച് BSc മാത്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ലൊരു ബേസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു എക്സാം ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ആ 2 വർഷം ആദ്യം നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം PGക്ക് പോകാമെന്നുള്ളത് ഒരു നല്ല തീരുമാനം തന്നെയാണ്. സാറിനെ നല്ലപോലെ അറിയാം. എൻ്റെ ജോലിയുടെ ഇന്നും ഇൻ്റർവ്യൂവിനൊക്കെ സാറ് അന്ന് ഓറിയന്റേഷൻസ് തന്നിരുന്നു. 26 വർഷമായി ആ ഒരു ബന്ധവും സാറുമായിട്ടുണ്ട്. അടുത്ത തലമുറയിലും ആ സാറിൻ്റെ ആ ഒരു അനുഭവ സമ്പത്ത് എടുത്തേക്കാവുന്നൊരു പ്ലാൻ ഞങ്ങൾക്ക്. പേരെന്തായിരുന്നു? പരിസ്ഥിതി എവിടുന്നാണ് വരുന്നത്? ആലപ്പുഴ. എന്ത് കോഴ്സായിരുന്നു കഴിഞ്ഞത് മോൻ? BA എക്കണോമിക്സ്. ഇത് പിന്നെ എന്താ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാം അങ്ങനെ ഒരു ഫീൽഡിലേക്ക് തിരിയാനായിട്ടുള്ള കാരണം? ആദ്യം IAS ആണ് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞിപ്പം SSC നോക്കിയിട്ട് ഇതുവഴിയും UPSC കയറാമല്ലോ. അപ്പം അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത്? +2 പഠിപ്പിച്ചൊരു ടീച്ചർ സജസ്റ്റ് ചെയ്തത്. അവിടെ റിലേറ്റീവ്സ് കുറേ പേര് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പേജ് നോക്കിയിരുന്നു, ഫോൺ വിളിച്ച് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പേരൻസുമായിട്ട് വന്ന് തിരക്കി, എന്നിട്ട് ജോയിൻ ചെയ്തു. ഏതായാലും ഒരു നല്ല തീരുമാനമാണ്. പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കും പിന്നെ സിവിൽ സർവീസ് മനസ്സിലുള്ള കുട്ടികൾക്കും ഒരു നല്ല തീരുമാനമാണ്. നമുക്ക് നേരിട്ട് സിവിൽ സർവീസിൽ പോകാനൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്.